നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കുമരകത്താണ്. കുമരകം നമുക്കറിയാം പ്രകൃതി ഭംഗിയുടെ പറുദീസയാണ്. ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കുമരകം. അതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. കെട്ടുവള്ളങ്ങളിലൂടെയും ശിക്കാരി വള്ളത്തിലൂടെയൊക്കെയുള്ള യാത്ര നമ്മളെ വളരെയധികം ആനന്ദിപ്പിക്കുന്നു. ഗ്രാമങ്ങളിലൂടെയുള്ളൊക്കെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കുമരകത്ത് എന്തുണ്ട് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. നമ്മൾ കുമരകം ബേർഡ് സാങ്ച്വറിയുടെ പക്ഷി സങ്കേതത്തിൻ്റെ എൻട്രൻസിലാണ്. ഇതിലെയാണ് ബേർഡ് സാങ്ച്വറി പക്ഷി സങ്കേതത്തിലോട്ട് നമ്മൾ പോകുന്നത്. കുമരകത്തെ ഒരു പ്രശസ്തമായ സ്ഥലമാണ്. ഇതാണ് കവണാറ്റിങ്കരയിലെ ബേർഡ് സാങ്ച്വറി പക്ഷി സങ്കേതം. കുമരകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് കോംപ്ലക്സിനടുത്തുള്ള ഈ ഒരു ബേർഡ് സാങ്ച്വറി വളരെ പ്രശസ്തമാണ്. ഒരുപാട് ഇനത്തിലുള്ള ദേശാടന പക്ഷികളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ വളരെ പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ഒരുപാട് കാടാണ് ഇവിടെ. അപ്പോൾ ഇതിനിടയ്ക്കൂടെയുള്ള ഒരു ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. 2 കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം. അതേപോലെ തന്നെ തിരിച്ച് കായൽ തീരത്ത് നിന്നും തിരിച്ചിങ്ങ് പോയിട്ടും 2 കിലോമീറ്ററാണ്. അപ്പോൾ കായൽ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. കൂടാതെ ഒരുപാട് ഇനത്തിലുള്ള പക്ഷികളെയൊക്കെ നമുക്ക് കാണാം. എന്ത് ഭംഗിയാണെന്നറിയോ, പ്രത്യേക കുളിർമയാണ് ഇവിടെ. ഇപ്പോൾ നല്ല ചൂടാണ് വെളിയൊക്കെ, പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു വല്ലാത്തൊരു കുളിർമയാണ്. ആ ഒരു പ്രകൃതി സൗന്ദര്യവും കുയിലിൻ്റെ നാദവും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ നമ്മളെ പ്രകൃതിയിലോട്ട് അലിഞ്ഞു ചേരുകയാണ്. കുമരകത്ത് താജ് ഗ്രൂപ്പിൻ്റെ താജ് ഹോട്ടൽ ഇവിടെയാണ്. നല്ല മനോഹരമായ കെട്ടിടമാണ്. ഇതാണ് കവണാറ്റിങ്കരയിലുള്ള താജ് കുമരകം റിസോർട്ട് ആൻഡ് സ്പാ. കവണാറ്റിങ്കരയിൽ ഇവിടെ വള്ളമുണ്ട്. ശിക്കാരി വള്ളത്തിൽ ഗ്രാമങ്ങളൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള അവസരമുണ്ട്. ടൂറിസ്റ്റ് കോംപ്ലക്സിന് സമീപത്തായിട്ട് തന്നെയാണ് ഇവിടെ ശിക്കാരി വള്ളങ്ങളുള്ളത്. വെറും 800 രൂപയ്ക്കാണ് മണിക്കൂറിന് ഇവർ നമ്മളെ ചുറ്റി സഞ്ചരിപ്പിക്കുന്നത്. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയും അവരുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു നല്ല അവസരമാണ്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളോടൊപ്പം ഉള്ളത് പേരെന്താണ്? സിനിലാണ്. സിനിൽ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. സിനിൽ ചേട്ടൻ്റെ ശിക്കാരി വള്ളത്തിലാണ് യാത്രയാകുന്നത്. നമുക്ക് യാത്രയിലേക്ക് പോകാം. ഇതാണ് ശിക്കാരി വള്ളം. ശിക്കാരി വള്ളത്തിൽ 2, 4, 6 പേരുടെ കസേര ഇട്ടിട്ടുണ്ട്. കൂടാതെ കിടക്കാനായിട്ടുള്ള ഒരു സോഫ ഇട്ടിട്ടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇത് കവണാറ്റിങ്കരയിലെ ബോട്ടിയെട്ടിയാണ്. ബോട്ടിയെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. തോടിന് സൈഡിലായിട്ട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പാണ്. പ്രകൃതി അതിൻ്റെ വശ്യത നമ്മളെല്ലാം ആകർഷിക്കുകയാണ്. പച്ചത്തുരുത്തുകളെന്ന് വേണമെങ്കിൽ പറയാം. തോടിന് ഇരുവശവുമായിട്ട് വീടുകളൊക്കെ ഉണ്ട് ഒരുപാട്. മിക്ക വീടുകൾക്കും വള്ളമുണ്ട്, അല്ലെങ്കിൽ ബോട്ടുകളുണ്ട്. കാർഷിക വൃത്തിയാണ് ഇവരുടെ. കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളെയൊക്കെ വളർത്തുന്നു. കൂടാതെ കായലിൽ മീൻപിടുത്തം, കക്കാവാരൽ, ഇതൊക്കെയാണ് ഇവരുടെ തൊഴിൽ. ഉള്ളിലേക്ക് വരുന്തോറും തോട് ചെറുതായിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. എങ്ങും നല്ല പച്ചപ്പാണ്. അവിടെയെല്ലാം വീടുകളുണ്ട്. വീടുകളിലേക്ക് ചെറിയ റോഡുകളുണ്ട്. തോടിന് വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ കാണുന്നതാണ് കാസിനോ ഗ്രൂപ്പിൻ്റെ കോക്കനട്ട് ലഗൂൺ എന്ന റിസോർട്ടാണ്. ഒരുപാട് വില്ലാസുണ്ട്. സുഖമായിട്ട് താമസിക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. കാസിനോ ഗ്രൂപ്പിൻ്റെ കോക്കനട്ട് ലഗൂണാണ്. അതുകൊണ്ട് തന്നെയാണ് കുമരകം
ടൂറിസ്റ്റുകളുടെ പറുദീസ എന്ന് വിളിക്കുന്നത്. കുമരകത്ത് പക്ഷി സങ്കേതമുണ്ട്, ദേശാടന കിളികളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആസ്വദിക്കാൻ ഇതേപോലെ ഗ്രാമങ്ങളിൽ ചെന്ന് നമുക്ക് രാപ്പാർക്കാം. എന്ത് ഭംഗിയാണ്! പ്രകൃതി മനോഹരമായ നന്മ നിറഞ്ഞ ഈ കുമരകത്ത് വന്ന് കാണുവാനും നിങ്ങൾക്കും ആഗ്രഹമില്ലേ? തീർച്ചയായും ഒരു ഡേ ഔട്ടൊക്കെ ആഗ്രഹിക്കുമെങ്കിൽ ഇങ്ങോട്ട് പോരുക, കുമരകത്തേക്ക്. ഈ കാണുന്ന ഹൗസ് ബോട്ടൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെറിയ ചങ്ങാടങ്ങളുണ്ട്, ശിക്കാരി വള്ളങ്ങളുണ്ട്. എന്തും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ശിക്കാരി വള്ളമോ അല്ലെങ്കിൽ ചെറിയ ചങ്ങാടങ്ങളാണെങ്കിൽ നമുക്ക് ഗ്രാമത്തിലൂടെ ചെറു തോടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. പല തരത്തിലുള്ള ഹൗസ് ബോട്ടുകളാണ് കുമരകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടുള്ള സിംഗിൾ റൂം മുതൽ ബെഡ്റൂം അധികമുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. ചിലതൊക്കെ AC ആണ്. അത് നമ്മളുടെ ഇഷ്ടാനുസരണം പോക്കറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശിക്കാരി വെള്ളമാണെങ്കിൽ ഈ പറഞ്ഞ റേറ്റേ ഉള്ളൂ, മണിക്കൂറിന് 800 രൂപ. വളരെ മനോഹരമായ ഒരു പ്രദേശത്തൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക, കേരളത്തിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. നമ്മളുടെ കേരളം വളരെ സുന്ദരമാണ്. ഹൗസ് ബോട്ടുകളും കെട്ടുവള്ളങ്ങളും ചങ്ങാടങ്ങളും ശിക്കാരി വള്ളങ്ങളുമൊക്കെയുള്ള നമ്മുടെ സ്ഥലം. സ്പീഡ് ബോട്ട് ലഭ്യമാണ്. സ്പീഡിലുള്ള ത്രില്ലടിപ്പിക്കുന്ന യാത്രകൾക്ക് സ്പീഡ് ബോട്ട്, സ്പീഡ് ലോഞ്ചറുകൾ ലഭ്യമാണ്. കണ്ടൽ കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് തോടിൻ്റെ സൈഡൊക്കെ. അവിടെ കായൽ കാക്കകളും കൊക്കുകളുമൊക്കെ വസിക്കുന്നുണ്ട്. വേമ്പനാട്ട് കായലിലോട്ട് കിടക്കുകയാണ്. അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേമ്പനാട്ട് കായലിലോട്ട് എത്തിയിരിക്കുകയാണ്. വേമ്പനാട്ട് കായലിലോട്ട് കടന്നു. നല്ല രസമാണ്. കായലോളങ്ങളെ തൊട്ടുള്ള യാത്ര നല്ല ഭംഗിയാണ് കേട്ടോ. മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. നമ്മുടെ സിനിച്ചേട്ടൻ അങ്ങനെ പുറയിൽ ഒറ്റയ്ക്കിരുന്ന് ഓടിക്കുകയാണ്. സിനിച്ചേട്ടനെ കാണാം. മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വന്നതാണ്. നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽ ചൂടിൽ ഒരു കുളിരാണിത്. നല്ല തണുപ്പുണ്ട്. കായലിലെ കാറ്റ് പഠിക്കാൻ തുടങ്ങി. പടിഞ്ഞാറ് നിന്നുള്ള ആ കായൽ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട്. ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. വല്ലതും കിട്ടിയോ? കിട്ടി. ചേട്ടൻ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ച. നല്ല കാറ്റുമുണ്ട്. ഇതാ ഒരു ഓപ്പൺ ബോട്ട്. ഇതൊരു ഓപ്പൺ ബോട്ടാണ്. യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. കവണാറ്റിങ്കരയിലെ പാലത്തിനടിവശത്തു നിന്നാണ്, ആ കാണുന്ന പാലത്തിനടിവശത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇവിടെ നാടൻ ഭക്ഷണം കഴിക്കാനായിട്ട് വനിതാ ഹോട്ടലുണ്ട്. കവണാറ്റിങ്കരയിലുള്ള വനിതാ ഹോട്ടലാണിത്. വനിതാ ഹോട്ടലിലെ വിഭവസമൃദ്ധമായ ഊണാണ്. ചേച്ചി എന്തൊക്കെയാണ് കറിയുള്ളത്? എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ നമുക്ക് വനിതാ ഹോട്ടലിലെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാം. എന്നോടൊപ്പം സെനിൽ ചേട്ടനും ഉണ്ട്. സെനിൽ ചേട്ടാ, നമുക്ക് തുടങ്ങാം. ശിക്കാരി വള്ളത്തിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയും കായലിലൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കവണാറ്റിങ്കരയിൽ എത്തിയിരിക്കുകയാണ്. സെനിൽ ചേട്ടനാണ് എൻ്റെ കൂടെയുള്ളത്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.